കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ മൃതദേഹം സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു. അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ദൗത്യം തുടരുകയാണ്. താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കക്കയം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. കൂരാച്ചുണ്ടിൽ നിന്നും വിലാപയാത്രയായാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും, അവന്റെ സന്തോഷത്തിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കക്കയത്തെ ജനങ്ങൾ കുടിയിറക്ക് ഭീതിയിലാണെന്നും അബ്രഹാമിന്റേത് രക്തസാക്ഷിത്വമെന്നും താമരശ്ശേരി ബിഷപ്പ്. ഡോക്ടർ അജേഷിന്റെ നേതൃത്വത്തിൽ കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ദൗത്യം തുടരുകയാണ്. ഒന്നിലധികം കാട്ടുപോത്തുകൾ കക്കയത്തിറങ്ങിയതിനാൽ അക്രമകാരിയായ കാട്ടുപോത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു കാട്ടുപോത്തിന്റെ കുത്തേറ്റ് അബ്രഹാം മരിക്കുന്നത്. 24 കോഴിക്കോട്.